ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തെല്ലാം എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന ഒരു ഷോപ്പാണ് കേട്ടോ. ഇവിടെ ജിദ്ദയിലുള്ള ആമസോൺ ഇറങ്ങിയിട്ടൊരു കടയാണ്. ഇപ്പോൾ കട തുറന്നിട്ടുണ്ടാവുള്ളൂ 9 മണിക്കാ തോന്നുന്നു. 9 മണിക്കോ 9:30 ആണ് അത് കട തുറക്കല്. ഞാൻ 9:05 ഞാൻ ജസ്റ്റ് ആ കടയിലൊന്ന് പോയാണ്ട് ഒരു 2-3 സാധനം അവിടെ ചെക്ക് ചെയ്യാണ്ടുണ്ടോ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ പോയാണ്ട് ഒരു പെർഫ്യൂം കാര്യങ്ങളൊക്കെ വാങ്ങണം. പക്ഷെ ആ സാധനം അവിടെ ഉണ്ടോ അറിയാൻ വേണ്ടിയിട്ടാണ് 2 കടകളിൽ കയറി. അവിടെ സാധനം ഉണ്ടാവാറുണ്ട്, അവിടെ ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം എന്താ മട്ടെന്നറിയാലോ. ഉണ്ടെന്നുണ്ടെങ്കിൽ 5 റിയാൽ 10 റിയാലൊക്കെയാണ് സാധനത്തിന് വില. 11 റിയാൽ 5.75 15% ടാക്സ് ആണ്. അപ്പം 5 റിയാലും 75 ഹലാലയാണ് അതിന് റേറ്റ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. മറ്റതിന് 10 റിയാലിൻ്റെ സാധനങ്ങൾ 11.50 അങ്ങനെയാണ് വില വരിക. അപ്പോൾ വീഡിയോ കാണുന്നതിൻ്റെ മുമ്പ് എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്താൻ മറക്കരുത്. അപ്പോൾ എനിക്ക് എന്തായാലും ആ കടയ്ക്കൊന്ന് പോയി നോക്കാം. മോളുടെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയോണ്ട് മോളുടെ ഉള്ളിലേക്ക് പോയായിരുന്നു. സ്ഥലമല്ല ഇവിടെ അറബുമോള കണ്ട് ക്യാമറ നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കാം. കാരണം നേരെ നമ്മൾ പണിറ്റാൻ സാധ്യത ഉണ്ട്. അവിടെ പോയി ചെക്ക് ചെയ്യാം സാധനം ഉണ്ടോ അല്ലേ. ഇവിടെയാണ് കേട്ടോ, ഇവിടെ ക്യാമറ കാര്യങ്ങൾ നമ്മളെ ആ കടയിൽ കൈ വെച്ചെന്നല്ല എടുക്കണമെന്നാലും പറയാൻ പറ്റില്ല. എപ്പോഴാണ് പണി കിട്ടാറാണ്. അപ്പോൾ ഫ്രണ്ടിൽ വെച്ച് ലൊക്കേഷനൊക്കെ ചെയ്യാം. പക്ഷേ വിഷയമാണ്. അപ്പം നേരെ അതിന്റെ അറബുമോള ഓപ്പൺ ആവാറില്ല ഉള്ളൊരു ഷോപ്പ് തന്നെ. ചില കട 9 മണിക്ക്, ചില കട ഷോപ്പുണ്ട്. ഇങ്ങനത്തെ ഒരു ഷോപ്പ് ചെറിയ ഷോപ്പും നമ്മുടെ വീട്ടിൽ 9:30 പല സമയമാണ്. ജസ്റ്റ് സാധനങ്ങളൊക്കെ കിട്ടണ ബിസ്ക്കറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ള ഒരു കടയും. പ്ലാസ്റ്റിക് ഐറ്റംസ്, ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഐറ്റംസും ക്ലീനിങ് ഐറ്റംസും അങ്ങനെ വീട്ടുകളിലുള്ള എല്ലാ ലെവല ബാറ്ററി സാധനങ്ങൾ, സ്പ്രേ, സോപ്പ്, ചീപ്പ്, കണ്ണാടി ഇതൊക്കെ ഉള്ളൊരു ഷോപ്പാണ് ഈ ആമസോണിന്റെ. ഈ 2 ഷോപ്പ് സെപ്പറേറ്റ് ആയിട്ട് അടുത്ത ഒരു സെക്ഷൻ 2 സെക്ഷൻ ആയിട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മളിവിടെ പാർക്ക് ചെയ്യാണ്. ഇതാണ് ഈ കാണുന്നതാണ് ആമസോൺ. ഇതൊരു കട. ഇതിന്റെ തൊട്ടടുത്ത് തന്നെ മറ്റേ അടുത്ത പാർക്കിങ്ങിൽ കാണുന്നതാണ് ബിസ്ക്കറ്റ്, ഹൽവിയാത്ത്, മുട്ടായി കാര്യങ്ങളൊക്കെ കിട്ടും. നമുക്ക് ഇവിടെ ഒരു പാർക്കിംഗ് ഉണ്ട്. പാർക്കിങ്ങിൽ വണ്ടി ഇടുക, അതിനുശേഷം നമുക്ക് പോവുക, സാധനം വാങ്ങാൻ വരിക. ഇപ്പം പരിപാടിയൊക്കെ നമ്മൾ വിചാരിച്ച സാധനം ഇവിടെ ഉണ്ടെങ്കിൽ ഇപ്പൊ വാങ്ങലാണ്. നമുക്ക് 2 സാധനങ്ങളെ വേണ്ട. സ്പ്രേ കിട്ടണം. ഊത ടൈപ്പിലൊരു സ്പ്രേ ഉണ്ട്. അതിൽ കുറച്ച് സ്മെല്ല് നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട ഒരു ഇഞ്ചി കാര്യങ്ങളൊക്കെ കുത്താനുള്ള ഒരു ഇടിമുട്ടി കാര്യങ്ങൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണ്ട. ഇതാണ് ഗൈസ് നമ്മളെ സ്പ്രേൻ്റെ സെക്ഷൻ. ഇതൊക്കെ വരുന്ന 5 റിയാൽ 75 ഹലാലാണ്. ഇങ്ങനത്തെ ഈ ഇതിൽ തന്നെ നമുക്ക് ഊത് വേണ്ട. ഊത് ഈ ടൈപ്പിൽ സാധനം ഇവിടെ എല്ലാം തോന്നണേ. വേറെ 5 റിയാൽ കടയിൽ ഞാൻ ഒരു കടയിൽ നോക്കിയപ്പോൾ അവിടെ ഇല്ല. ചില കടകളിലൊക്കെ ഉണ്ട്. ഈ ഭാഗത്ത് തന്നെ നമുക്ക് ഈ കോസ്മെറ്റിക്സ് ഐറ്റംസ്, ക്രീം കാര്യങ്ങൾ, സോപ്പ്, ചീപ്പ്, കണ്ണാടി, ഷാമ്പു അങ്ങനത്തെ ഐറ്റംസൊക്കെ ഒരേ സെക്ഷനിലാട്ടോ അവർ വെച്ച്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ കാര്യങ്ങളൊക്കെ സുഖമാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് അങ്ങനത്തെ ക്രീം ഐറ്റംസും കാര്യങ്ങളൊക്കെ വേണ്ടതെന്നുള്ളത് എടുക്കാം. ഇത് മറ്റേ സ്ക്രബ്ബർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫേസ് സ്ക്രബ് കാര്യങ്ങൾ പല ഫ്ലേവറിലും, നമ്മളെ കോഫി, അതുപോലെ തന്നെ മറ്റേ സാധനങ്ങൾ അങ്ങനത്തെ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് സോപ്പ്, വാഷിംഗ് പൗഡർ കാര്യങ്ങളായിട്ട് അടുത്തൊരു സെക്ഷൻ. നമുക്ക് നമ്മളെ പിയേഴ്സിൻ്റെ നാട്ടിലത്തെ പിയേഴ്സിൻ്റെ സോപ്പൊക്കെ ഉണ്ട് കേട്ടോ. പിയേഴ്സിൻ്റെ സോപ്പ്, അതുപോലെ തന്നെ പല പല ഐറ്റംസ് ഉണ്ട്. പിയേഴ്സൊക്കെ 15 റിയാല 75 ഹലാല. പിയേഴ്സിൻ്റെ 2 ഒരു ഗ്രീനും ഉണ്ട്, ഒരു മറ്റേ സാധാ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ടൈപ്പ് ഒരു പിയേഴ്സും ഉണ്ട്. പിന്നെ ഡോവ് അങ്ങനത്തെ സോപ്പ് കാര്യങ്ങൾ പല കമ്പനി. പിന്നെ ഈ തായ്ലാൻഡിൻ്റെ മറ്റേ ഇന്തോനേഷ്യൻ്റെ ഒക്കെ സോപ്പ് ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വാഷിംഗ് പൗഡർ 2 ടൈപ്പ് വാഷിംഗ് പൗഡർ ഉണ്ട്. പിന്നെ ഒരു സാബൂന് അരിഞ്ഞിട്ട മേരിക്കുള്ള ഒരു വാഷിംഗ് പൗഡറും ഉണ്ട്. അതെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഓമോ അങ്ങനത്തെ ഓരോ ബ്രാൻഡ്, ടൈഡ് അങ്ങനത്തെ ഒരു ബ്രാൻഡ് വാഷിംഗ് പൗഡർ. പിന്നെ കട്ടിങ്സ് ഒരുവിധം എല്ലാ ഐറ്റംസും ഉണ്ട്. നമ്മളെ പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പാത്രങ്ങളൊക്കെ നമ്മൾ കുക്ക് ചെയ്യണ പാത്രം ഇവിടെ നിന്ന് എടുക്കാവും ബെസ്റ്റ്. കാരണം അത്രയും ക്വാളിറ്റി കുറവാണ്. കാരണം കട്ടിയില്ല. 5 റിയാലിന് കൊടുക്കുന്ന സാധനമല്ലേ. നമുക്ക് വേണ്ട സാധനം അതാണ് ഒരു ഇടിമുട്ടി. ഇത് വലുതുകൊണ്ട് ചെറുതുകൊണ്ട്. എനിക്ക് വേണ്ട ചെറുതാണ്.
പിന്നെ കത്തി കടാര കത്തിയൊക്കെ പിന്നെ ഇവിടുന്ന് വാങ്ങാതൊക്കെ നമുക്ക് റൂമുക്ക് യൂസ് ചെയ്യാനാണെങ്കിൽ ഇവിടുന്ന് എടുക്കാക്കല്ലേ, കാരണം തീരെ മൂർച്ചുണ്ടാവില്ല. ചെറിയ നൈഫ് ഓക്കെ, പക്ഷേ പറ്റ ചെറിയ നൈഫ് ഉണ്ടോ അതൊക്കെ ഓക്കെ. നമുക്ക് ചിക്കന് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാൻ അങ്ങനത്തെ കുറച്ച് ബെസ്റ്റ് മൂർച്ചുള്ള സാധനമൊന്നും ഇവിടെ കിട്ടാൻ സാധ്യതയില്ല. പിന്നെ നമുക്ക് വെളിച്ചെണ്ണ കാര്യങ്ങൾ കൊഴിക്കാനുള്ള ഓരോ ബോട്ടിൽസ്, പിന്നെ പൗഡർ, നമുക്ക് നമ്മളെ ഡിറ്റർജൻറ്റ് കാര്യങ്ങൾ, പൗഡർ കാര്യങ്ങൾ, നമുക്ക് എല്ലാ സാധനങ്ങളും ഇവിടെ ഉള്ളത്. പിന്നെ ഒരു ഫ്ലവറിൻ്റെ സെക്ഷൻ ഉണ്ട്, എല്ലാ ടൈപ്പ് ഫ്ലവറിൻ്റെ അതും ഉണ്ട് കേട്ടോ, ഇലകളും കാര്യങ്ങളും ഇവിടെ കിട്ടും. അതേമാതിരി ഫ്ലവർ നമ്മൾ റൂമൊക്കെ ഡീക്കോർ ചെയ്യാനും ഡെക്കറേഷൻ ചെയ്യാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് അലബലായിക്കണ റൂമൊക്കെ ആണെങ്കിൽ ഇതൊരു 10-20 കൊണ്ടാൽ 100-110 ഉള്ളൂ. റൂമിൻ്റെ ഒരു 2 ചുമരൊക്കെ ചെയ്യാനുള്ള സാധനം ഉണ്ടാവും. മറ്റേ പുല്ലായിട്ട് നാട്ടിലുള്ള പുല്ല് പോലുള്ള കുറച്ച് ഒരു സ്ക്വയർ ഫീറ്റൊക്കെ വരുന്നത്, 1.5 സ്ക്വയർ ഫീറ്റൊക്കെ വരുന്ന സെക്ഷൻ ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ബോർഡായിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ കൊടുന്നാണ്ട് ഒരു ചുമര നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ റൂമൊക്കെ ഒന്ന് സെറ്റപ്പ് ആയിക്കും. നമുക്ക് റൂമൊക്കെ വേണ്ടത് ക്ലോക്ക് കാര്യങ്ങൾ അങ്ങനത്തെ ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ അതുണ്ട്. കുട്ടികൾക്ക് കളിക്കാൻ നാട്ടിൽ പോകുന്ന ആളുകളാണെങ്കിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള ടോയ്സ് ആണെങ്കിൽ അതുണ്ട്. നമുക്ക് തൊപ്പി കാര്യങ്ങൾ, നമ്മൾ ഇന്നർ ബനിയാനി കാര്യങ്ങളാണെങ്കിൽ അതും നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ഉണ്ട്. നമ്മളെ ഈജിപ്തിൻ്റെ നല്ല പ്രൊഡക്റ്റുള്ള നമ്മളെ ഇന്നർ വെയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് കണ്ണാടി, വെറൈറ്റി കണ്ണാടികൾ, വെറൈറ്റി ക്ലോക്കുകൾ, പിന്നെ സർട്ടിഫിക്കറ്റ് വെക്കാൻ സെറ്റപ്പ് ആയിട്ടുള്ള ബോർഡുകൾ, നമ്മൾ ഫോട്ടോ വെക്കാനുള്ള ഫ്രെയിമുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള നമ്മളെ ടിഷ്യൂ പേപ്പർ, നമ്മൾ എല്ലാ സാധനങ്ങളും ഉണ്ട്. നമുക്ക് ഏതായാലും അതൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മളിപ്പം നമുക്ക് വേണ്ട സാധനം ഇപ്പോൾ ഇടിമുട്ടി സ്പ്രേ ആണ്. അത് രണ്ടും ഇടിമുട്ടി കിട്ടിയിട്ടുണ്ട്, സ്പ്രേ കിട്ടിയിട്ടില്ല. നമ്മൾ തിരിച്ചു പോകുന്നു കേട്ടോ. നമുക്ക് വേണ്ടത് ഗൈസ്, നമ്മളിപ്പോൾ തണുപ്പായതുകൊണ്ട് കാലാവസ്ഥ ഒക്കെ മാറിയുണ്ട്. ചെറിയൊരു ഇരളിച്ച, ചില സമയത്ത് തീരെ വെയിലില്ലാത്ത കാലാവസ്ഥ ആവും, ചില സമയത്ത് നല്ല വെയിലാവും. അപ്പോൾ നമ്മളെ ഈ അബുഹൂർ ഏരിയ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മളെ റൂം വരുന്നത്. ഇവിടുന്ന് റൈറ്റിക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ പോകണം. പക്ഷേ നമുക്ക് വേറെ സാധനം കൂടി വാങ്ങാനുള്ളത് കൊണ്ട് നമ്മൾ നേരെ പോയ ശേഷം നമ്മളവിടുന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങിയ ശേഷം നമ്മളങ്ങനെ കട്ട് ചെയ്താലും നമുക്ക് നമ്മൾ റൂമിലേക്ക് പോകും. അപ്പം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കടകൾ കാര്യങ്ങളൊന്നും കിട്ടില്ല. അപ്പോൾ നേരെ പോയിട്ട് നമുക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയ ശേഷം നമുക്ക് റൂമിലേക്ക് പോകാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ഹൗസ് സേവർമാരെ ലൈഫ് ഇങ്ങനെയൊക്കെയാണ്. ചിലപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ വണ്ടിയിലിരുന്നാലും നമ്മളെ പരിപാടി തീരില്ല. ചിലപ്പോൾ രാത്രി ഇരിക്കേണ്ടി വരും, പകലും ഇരിക്കേണ്ടി വരും. അങ്ങനൊക്കെ ഓരോ പരിപാടികൾ. ഇതിപ്പോൾ നമ്മൾ രാവിലെ വണ്ടിക്ക് ഇറങ്ങിയ ശേഷം ഇന്ന് ഉച്ചയ്ക്ക് കുറച്ച് നേരം റെസ്റ്റ് ഇട്ട് അത് കഴിഞ്ഞ് വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് കയറി. 2 മണിക്ക് കയറിയ ശേഷം അപ്പോൾ അടുത്ത ട്രിപ്പ് ഇപ്പോൾ ഒരു 4 മണി കഴിഞ്ഞാണ്. അടുത്ത പരിപാടി ഉണ്ട്. ഒരു 6 മണിയാകുമ്പോൾ ഒരാളെടുക്കാണ്ട്, അത് കഴിഞ്ഞിട്ട് 7 മണിയാകുമ്പോൾ ഒരാളെടുക്കാണ്ട്. ഇതൊക്കെ ഓരോ സ്ഥലത്ത് കൊണ്ടുപോയിട്ടതാ കേട്ടോ. ഒന്ന് ജിമ്മിലും ഒന്ന് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെക്കനെ കൊണ്ടുപോയിട്ടുണ്ട്, ജിമ്മിലും കൊണ്ടുപോയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കുറേ ബ്ലോക്കും കാര്യങ്ങളും, നമ്മൾ പ്രതീക്ഷിച്ച സമയത്ത് എത്താൻ കഴിയാൻ സാധ്യത വളരെ കുറവാണ്. ചില സമയത്ത് ഇവിടെ റോഡിൻ്റെ വർക്ക് എടുക്കണോണ്ട് ഇടയ്ക്ക് മറ്റേ ഈ റെയിൻ വാട്ടറൊക്കെ പോകാനുള്ള ഒരു മറ്റേ ഡ്രെയിനേജ് കാര്യങ്ങളൊക്കെ ഒന്ന് വലുതാക്കട്ടെ. ഓൾറെഡി ഉണ്ട് ആ ഡ്രെയിനേജ് കാര്യങ്ങളൊക്കെ വലുപ്പം കുറവായതുകൊണ്ട്. ഇതിന് മുമ്പ് കുറച്ച് മുമ്പ് 2 വർഷം മുമ്പ് ഒരു മഴ ചെയ്തിന്, ആ സമയത്ത് ഇവിടെയൊക്കെ വെള്ളം കുറച്ച് പൊന്നി. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കുകയാണ്. നമ്മളെ നാട്ടിലത്തെ മരിക്കൊന്നുമില്ല, ഫുൾ സെറ്റപ്പ് വർക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പരിപാടി ചെയ്യും. ഏകദേശം കുറേ ഏരിയകൾ കിലോമീറ്ററുകളോളം ഉണ്ട് കേട്ടോ. ഈ ഏരിയ മൊത്തമായിട്ട് വല്ല ഡ്രെയിനേജ് കാര്യങ്ങൾ ഉണ്ടാക്കി. ഇവിടെ തൊട്ടടുത്ത് കടലുണ്ട്, ആ കടലിലേക്കാണ് ഡ്രെയിനേജ് മഴവെള്ളം കാര്യങ്ങളൊക്കെ പോകുന്നത്. അങ്ങനെ ഒരു സെറ്റപ്പാണ്. വൈകുന്നേരം ആയതുകൊണ്ട് കാണാൻ ഭയങ്കര ക്ലൈമറ്റൊക്കെ കാണാൻ നല്ല രസമായിട്ടോ. ഫ്രണ്ടിൽ സൂര്യന് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക വൈബാണ്. കഴിഞ്ഞ് നമുക്ക് റൂമിലേക്ക് ഏതായാലും പോവാം. പിന്നെ ഈ റോഡിൻ്റെ വലത് ഭാഗത്തൊക്കെ കാണുന്ന ഈ ഷോപ്പാട്ടെ, ചെറിയ ടീ, സ്നാക്സ്, കോഫി, അങ്ങനത്തെ ഓരോ പൊട്ടറ്റോ ചിപ്സ് അങ്ങനെയൊക്കെ കിട്ടുന്ന കടയാണ്. പൊതുവേ രാത്രി ആകുമ്പം കുറച്ചൊക്കെ കച്ചവടങ്ങളുണ്ടാവും. പൊതുവേ അവിടെ അങ്ങനത്തെ കടകളിലൊന്നും ആരും പ്രിഫർ ചെയ്യാറില്ല. കാരണം എന്താ വെച്ചാൽ അധികം ആളും വാങ്ങുന്ന കടകളിൽ നിന്ന് തന്നെ സ്ഥിരമായിട്ട് വാങ്ങുള്ളൂ. പിന്നെ ആരെങ്കിലുമൊക്കെ യാത്രക്കാരൊക്കെ പ്രത്യേക വൈബിന് വേണ്ടിയിട്ട് വന്നിരിക്കും. രാത്രി ചെയറൊക്കെ അതിൻ്റെ ബാക്കിലൊക്കെ ഇടും. അപ്പോൾ അവിടെ ഒന്ന് ഇരുന്നാണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇടും.
അപ്പോൾ വീഡിയോ എന്തായാലും ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ നിൽക്കുകയാണ്. വീഡിയോ കുറേ ലോങ് ആവും, നമ്മൾ ഫുള്ള് പരിപാടികളും നമ്മളിങ്ങനെ ഇതിൽ ഉൾക്കൊള്ളിക്കുമ്പോൾ. അപ്പം എന്തായാലും ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.